Hi everyone, welcome to my channel. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ വ്ളോഗാണ്. ബർത്ത്ഡേ പ്രിപ്പറേഷൻസിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബർത്ത്ഡേയുടെ ദിവസമുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ സ്പ്രിംഗ് ആണ്, അതുകൊണ്ട് തന്നെ പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഒരു ചിക്കൻ സ്ക്യൂവേഴ്സിൻ്റെ പ്രിപ്പറേഷൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഗ്രില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഇന്ന് ബർത്ത്ഡേയുടെ ദിവസം ഒരു ഈവനിങ് ആണ് നമ്മുടെ ഫംഗ്ഷൻ. ഒരു 7:30 PM നമ്മുടെ ഫംഗ്ഷൻ നമ്മൾ സമയം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനിത് ഗ്രില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഓവനിലേക്ക് തന്നെ വെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ഫംഗ്ഷൻ്റെ കുറച്ചൊരു സമയമാകുമ്പോഴത്തേക്ക് നമ്മളിത് സ്റ്റാർട്ടേഴ്സായിട്ട് സെർവ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് ഞാൻ ഒന്നും കൂടി ഒന്ന് ഹീറ്റ് ചെയ്ത് ഓവനൊന്ന് ഹീറ്റ് ചെയ്ത് ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാനായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ നമ്മളെല്ലാം ഗ്രില്ല് ചെയ്ത് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. മെയിൻ കോഴ്സായിട്ട് ബിരിയാണിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ഈവനിങ് ആകുമ്പോഴത്തേക്ക് അത് പോയി കളക്ട് ചെയ്തിട്ട് വന്നാൽ മതി. പിന്നെ ഡെസേർട്ടായിട്ട് ഞാനൊരു ഡെസേർട്ട് കപ്സ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള കപ്സ് ഞാനിവിടെ ഒരു ട്രെയിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്നലെ അതിൻ്റെ പ്രിപ്പറേഷൻസ് ലെയേഴ്സ് ഞാൻ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത് ഓറിയോ ബിസ്ക്കറ്റ് ക്രഷ് ചെയ്തതാണ്. അപ്പോൾ എല്ലാ കപ്സിലും ഞാൻ ഒരേപോലെ ഓറിയോ ബിസ്ക്കറ്റ് ക്രഷ് ചെയ്ത് നമ്മുടെ ഫസ്റ്റ് ലെയറായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് ലെയർ എന്ന് പറയുന്നത് ഞാൻ ഹോം മെയ്ഡ് കസ്റ്റേർഡാണ് യൂസ് ചെയ്തേക്കുന്നത്. കസ്റ്റേർഡ് നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് തണുക്കാനായിട്ട് ഫ്രിഡ്ജ് വെച്ചിരുന്നത് കൊണ്ട് തന്നെ നമുക്ക് അസംബിൾ ചെയ്യാനായിട്ട് ഭയങ്കര ഈസിയാണ്. അപ്പോൾ നല്ല തണുത്തിരിക്കുന്ന കസ്റ്റേർഡ് നമ്മൾ നെക്സ്റ്റ് ലെയറായിട്ട് അസംബിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ലെയറായിട്ട് ഞാൻ കൊടുക്കുന്നത് ഐസ്ക്രീമാണ്. ഒരു ചോക്ലേറ്റ് ചിപ്പ് കുക്കിഡ് ഐസ്ക്രീമാണ് നമ്മൾ നെക്സ്റ്റ് ലെയറായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് ആ സമയത്തേക്ക് മാത്രം പ്രിപ്പയർ ചെയ്താൽ മതി. ജസ്റ്റ് നമ്മൾ ഡെസേർട്ട് സെർവ് ചെയ്യുന്നതിന് കുറച്ച് മുമ്പ് മാത്രം ഐസ്ക്രീമും ഇതിൻ്റെ ടോപ്പ് ലെയറും ഇട്ട് കൊടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഇത്രയും സെറ്റ് ചെയ്ത് നമ്മൾ വീണ്ടും ഫ്രിഡ്ജിലേക്ക് തന്നെ തണുക്കാനായിട്ട് എടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് കേക്ക് കട്ട് ചെയ്യാനായിട്ടുള്ള ടേബിളൊക്കെ ഒന്ന് കുറച്ച് സെറ്റാക്കി എടുക്കണം. നമ്മൾ ചെറിയൊരു ഡൈനോസർ തീമിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ സെർവിങ് പ്ലേറ്റ്സ് ആയാലും അതുപോലെ തന്നെ നാപ്കിൻസ് ആയാലും ഒക്കെ ഒരു ഡൈനോസറിൻ്റെ പ്രിൻ്റ് ഉള്ളതൊക്കെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ വെച്ച് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. ഇത് എൻ്റെ ചെറിയൊരു കൗണ്ടറാണ്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സാധനങ്ങൾ വെക്കാനും നമ്മുടെ പാത്രങ്ങൾ വെക്കാനായിട്ടൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ഇവിടെയാണ് നമ്മൾ ഡ്രിങ്ക്സ് ഒക്കെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡ്രിങ്ക്സ് സെറ്റ് ചെയ്യാനായിട്ട് അവിടെ നമ്മൾ എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സ്റ്റാർട്ടേഴ്സിന് സെർവ് ചെയ്യുന്നത് ബീഫ് കട്ട്ലേറ്റ് ആണ്. അപ്പോൾ ഞാനിത് ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളതൊന്ന് പുറത്തെടുത്ത് എല്ലാം ഒന്ന് ഫ്രൈ ചെയ്ത് വെക്കുന്നുണ്ട്. ഫ്രൈ ചെയ്തിട്ട് വെച്ചതിന് ശേഷം ഞാനും ഇതും ഓവൻ്റെ ഒരു ഫസ്റ്റ് തട്ടിലേക്ക് ഒന്ന് വെക്കുകയാണ്. അപ്പോൾ ആ സമയമാകുമ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് ഹീറ്റ് ചെയ്തെടുത്താൽ മതി. നമ്മുടെ കേക്ക് നമ്മൾ പോയി കളക്ട് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബർത്ത്ഡേ കേക്ക്. ഇതും ഒരു ഡൈനോസർ തീമിലൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മൾ പ്രതീക്ഷിച്ചത് പോലെ വന്നിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബർത്ത്ഡേ കേക്കും ബർത്ത്ഡേ ടേബിളും എല്ലാം സെറ്റായി വന്നിട്ടുണ്ട്. ചിക്കുനെ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അവൻ്റെ ബർത്ത്ഡേ ഔട്ട്ഫിറ്റ്. അവൻ ഹാപ്പി ആയിട്ട് ഓടിച്ചാടി നടക്കുന്നുണ്ട് ഇതിലേക്കൂടെ. താങ്ക് യു. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളൊരു ചുരിദാറാണ്. നമ്മൾ തുണിയെടുത്ത് തയ്പ്പിച്ചിട്ടുള്ളൊരു ചുരിദാറാണ്. ഇതാണ് ഇപ്പോൾ ഞാനിന്ന് ഇടുന്നത്. നിങ്ങൾക്ക് പുറകെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാം ഇവിടെ ഭയങ്കര കളിയും ബഹളമൊക്കെ ആയിട്ട് ഇവനോട് ഓടി നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാം ഏകദേശം സെറ്റായി. എല്ലാവരും വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാവരും വന്നിട്ടൊക്കെ ഉണ്ട്. നമ്മൾ വർത്താനമൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. ജ്യൂസും അതുപോലെ സ്റ്റാർട്ടേഴ്സും ഒക്കെ ഞാൻ ഓൾറെഡി ഫസ്റ്റ് അവർ വന്നപ്പോൾ തന്നെ സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. കേക്ക് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ മെയിൻ കോഴ്സ് കഴിക്കാനായിട്ടാണ്. അപ്പോൾ നമ്മൾ ഇനി കേക്ക് കട്ട് ചെയ്യാനായിട്ട് പോവാണ്.
birthday to you. Happy birthday to you. Happy birthday dear Jaden. Happy birthday to you. അപ്പോൾ കേക്ക് കട്ട് ചെയ്തതിന് ശേഷം എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് വർത്താനൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ചെറിയ ചെറിയ കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. പാടാൻ അറിയാവുന്നവർ ഒക്കെ പാട്ടൊക്കെ പാടി എല്ലാവരോടും വർത്താനം പറഞ്ഞ് കുറച്ച് നേരം നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്തു. അങ്ങനെ കുറച്ചൊരു ലേറ്റ് നൈറ്റ് വരെ എല്ലാവരോടും ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞിട്ടാണ് എല്ലാവരും പിരിഞ്ഞത്. അപ്പോൾ അങ്ങനെ നല്ലൊരു ഈവനിങ് ആയിരുന്നു. നല്ലൊരു ഫാമിലി ഗെറ്റ് ടുഗദർ ആയിരുന്നു. എല്ലാവരും ഫാമിലിയും ഫ്രണ്ട്സും എല്ലാവരും കൂടെ കുറച്ച് നല്ല സമയം എല്ലാവരുമായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു ബർത്ത്ഡേ വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. കൽഭരണി പൂർവക്കുളം നിറച്ചു ഞാനും കാനായിലെ കൽഭരണി പൂർവക്കുളം നിറച്ചു ഞാനും ഓർമ്മകൾ ഓടിക്കളിക്കുവാനെത്തുന്നു മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ മുറ്റത്തെ ചക്കരമാവിൻ. Happy birthday to you.